നീ പറഞ്ഞ പോലെ ഞാൻ റൂൾസൊക്കെ ഫോളോ ചെയ്തു. കാത്തു നിന്ന് ബാക്കിയുള്ളവരുടെ പുറകിൽ ഇങ്ങനെ കാത്തു നിന്ന് ദൈവം എനിക്ക് വേണ്ടി വീഴ്ച വെച്ച ആ സമയത്തിന് ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്ന് ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം കേട്ട് ഞാൻ തല കുലുക്കി വിളിച്ച് കാണിച്ചുകൊണ്ട് അവരെ പ്രീതി പിടിച്ചു പറ്റി. ഇതൊക്കെയല്ലേ നീ എൻ്റെ തലയിൽ കുത്തി വെച്ച് എന്നെ കൊണ്ട് ഇത്രയും കാലം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? എല്ലാവരും മുന്നോട്ട് പോയി, ഒരുപാട് മുന്നോട്ട്, നീ അടക്കം. ഞാൻ പറഞ്ഞില്ലേ, രസമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർ, വെയിറ്റ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും മുമ്പിലാണ്, ഞാൻ മാത്രം പുറകിൽ. ഇനി ഇതിൻ്റെ ഒരു 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 എന്താ ഇത് ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാവുന്ന ഒരു പൊട്ടനെ പോലെ ഇരുന്നിട്ട് പിന്നെയും റൂൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ എം എ ഗുഡ് ഗായ്. എന്നാലോ ഒറ്റ തവണ മാത്രമേ ഞാൻ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും നീ എന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന്. വർഷങ്ങളാവും ഞാൻ ഒന്നും ഉണ്ട് അതൊരു പൊട്ടനെ പോലെ ഇരുന്ന്, ഒരു കൂമനെ പോലെ. കാരണം എന്താ പറയുക, എന്തെങ്കിലും ചോദിച്ചത് തെറ്റല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ബാക്കി എല്ലാവരും മുന്നോട്ടോ, ഞാൻ മാത്രം പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ നോക്കം കൊണ്ട് വിഴുങ്ങി എൻ്റെ ആഗ്രഹങ്ങൾ ചുരുക്കി, എൻ്റെ സ്വപ്നങ്ങളൊക്കെ മുടക്കി ചുരുട്ടി പോക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞ്. പക്ഷെ ഇപ്പോൾ എന്തോ പറ്റുന്നില്ല. എനിക്കൊരൊറ്റ കാര്യം നിന്നോട് ചോദിക്കാനുള്ളൂ, ഞാനിപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം നിനക്ക് പൊട്ടിത്തെറിയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ പൊട്ടിത്തെറിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാമല്ലോ. പൊട്ടിത്തെറിയിട്ട് എന്നെ അതുകൊണ്ട് കണക്ക് കൂട്ടിക്കോ. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, എത്ര നാൾ ഇതിൻ്റെ ഉത്തരം നീ കണ്ടെത്തിയിട്ട് നീ മനസ്സിൽ വെച്ചാൽ മതി. നിനക്ക് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ മനസ്സിൽ വെച്ചാൽ മതി. എത്ര നാളൊരു മനുഷ്യൻ നട്ടൽ വളച്ച് എല്ലാം സഹിച്ച് ബാക്കിയുള്ളവരോടൊക്കെ വിളിച്ച് കാണിച്ച് അവരെ പ്രീതി പിടിച്ച് പറ്റി ഒന്നിനെയും ചോദ്യം ചെയ്യാതെ ഒരു സിസ്റ്റത്തിൻ്റെ അടിമയായിട്ട് സ്വബോധത്തോടെ ജീവിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉത്തരം നീ എൻ്റെ അടുത്ത് പറയണമെന്നില്ല, നീ മനസ്സിൽ വെച്ചാൽ മതി.